ഇത് കഴിഞ്ഞാൽ അയാൾക്ക് ചികിത്സ ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തതുകൊണ്ട് 10,000 രൂപ വീതം ഓരോ ആഴ്ചയ്ക്ക് ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു പ്ലാസ്റ്റർ കിട്ടണമെങ്കിൽ ഒരു 6 ആഴ്ച മിനിമം ഇന്നത്തെ കാലത്ത് 6 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് 6 ആഴ്ചയ്ക്ക് 10,000 രൂപ വീതം 60,000 രൂപ അയാൾക്ക് കോമ്പൻസേഷൻ എലിജിബിൾ ആണ്. അപ്പോൾ അത് എത്ര ദിവസമാണെന്നുള്ളതനുസരിച്ച് അപ്പോൾ 3 ദിവസത്തേക്കാണെങ്കിൽ 3 ദിവസത്തേക്ക്, ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, 10 ദിവസത്തേക്കാണെങ്കിൽ 10 ദിവസത്തേക്ക്, എങ്ങനെയാണോ ഡോക്ടർ എഴുതുന്നത് അതിന് തക്കതായ ഒരു കോമ്പൻസേഷൻ അയാൾക്ക് ലഭിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇത് എടുക്കാം. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ചികിത്സ കിട്ടുമായിരിക്കും. പക്ഷേ ആക്സിഡന്റിന് ശേഷമുള്ള പരിക്ക് പറ്റി വീട്ടിലിരിക്കുന്ന കാലയളവിൽ നമുക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടുന്നത് നല്ലതല്ലേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ചോദിക്കുകയാണ്. 10 ലക്ഷം രൂപയുടെ ഒരു ആക്സിഡൻറ്റ് കെയർ പോളിസി എടുത്തു. ബൈക്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണു, എൻ്റെ കാലൊടിഞ്ഞു. ഞാനൊരു 40,000 50,000 ജോലി കിട്ടുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ എന്നെ കാലൊടിഞ്ഞതുകൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞു 1 മാസത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഹോസ്പിറ്റൽ ബില്ലായി 2 ലക്ഷം രൂപയായി. എൻ്റെ കവറേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ആ കേസിൽ ഇത് എങ്ങനെ വർക്കൗട്ട് ആവും? ഇതിൽ നമുക്ക് എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ആദ്യം വരുന്നത്. നമ്മളൊരു ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ സംഭവിക്കുന്നു, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ ഈ 10 ലക്ഷം രൂപയുടെ പ്ലാൻ ആകുമ്പോൾ 1 ലക്ഷം രൂപ വരെ അവിടെ നിന്ന് അയാൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിയെടുക്കാൻ സാധിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമെന്ന് നോക്കിയാൽ, അപ്പോൾ 5 ദിവസത്തേക്ക് അഡ്മിറ്റ് ആണെങ്കിൽ അഡ്മിറ്റ് ആവുന്ന ഓരോ ദിവസത്തേക്ക് 3,000 രൂപ വെച്ചിട്ട് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലഭിക്കും. ഇപ്പോൾ സപ്പോസ് 5 ദിവസം അഡ്മിറ്റ് ആയെങ്കിൽ 3,000 വെച്ചിട്ട് 15,000 രൂപ അയാൾക്ക് അവിടെ നിന്ന് ക്ലെയിം ചെയ്യും. അപ്പോൾ നോർമലി ഇപ്പോൾ ആക്സിഡൻറ്റിൽ അപകടം സംഭവിച്ച് എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ എന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപ വരെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ വലിയ പൊട്ടലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടും. ചെറിയ പൊട്ടലാണെങ്കിൽ ചിലപ്പോൾ അതിന് 5% പല റേഷ്യോ ഉണ്ട്. എന്നാലും ഒരു കോമ്പൻസേഷൻ എന്തായാലും ഉറപ്പായിട്ട് അവിടെ അയാൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അയാൾക്ക് ചികിത്സ ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തതുകൊണ്ട് 10,000 രൂപ വീതം ഓരോ ആഴ്ചയ്ക്ക്, ഇപ്പോൾ ഡോക്ടർ പറയുന്ന ഒരു പ്ലാസ്റ്റർ കിട്ടണമെങ്കിൽ ഒരു 6 ആഴ്ച മിനിമം ഇന്നത്തെ കാലത്ത് 6 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അയാൾക്ക് 6 ആഴ്ചയ്ക്ക് 10,000 രൂപ വീതം 60,000 രൂപ അയാൾക്ക് കോമ്പൻസേഷൻ എലിജിബിൾ ആണ്. അയാൾ ജോലിക്ക് പോകാതിരിക്കുന്നതുകൊണ്ട് അതിന് ഇൻകം സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഈ ഒരു ഡോക്ടർ എഴുതി കൊടുത്താൽ മതി. ഇയാൾക്ക് ഇങ്ങനെ കാലൊടിഞ്ഞിട്ടുണ്ട്, 6 ആഴ്ച വീട്ടിലിരിക്കണം എഴുതി കൊടുത്താൽ ഒരാഴ്ചയ്ക്ക് 10,000 രൂപ വീതം. അത് വേണമെങ്കിൽ 104 ആഴ്ച വരെ കിട്ടാനാണ് എലിജിബിലിറ്റി. അതായത് ഏകദേശം 2 വർഷത്തോളം വേണമെങ്കിൽ കിട്ടാം. പക്ഷെ അത്രയൊന്നും വരാറില്ല പൊതുവെ. അപ്പോൾ ഇത് അയാൾക്ക് ലഭിക്കും. പിന്നീട് അയാൾക്ക് ഇപ്പോൾ സപ്പോസ് ഇയാൾക്ക് പറയണം 6 ആഴ്ച കൊണ്ട് ഇത് ഭേദപ്പെട്ടില്ല, ഡോക്ടർ പറയണം പ്ലാസ്റ്റർ ഇട്ട് ശരിയായില്ല, വീണ്ടും പ്ലാസ്റ്റർ ഇടേണ്ടി വന്നാൽ പിന്നീട് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ വീണ്ടും നമുക്ക്. അപ്പോൾ അത് എത്ര ദിവസമാണെന്നുള്ളതനുസരിച്ച്, അപ്പോൾ 3 ദിവസത്തേക്കാണെങ്കിൽ 3 ദിവസത്തേക്ക്, ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ച, 10 ദിവസത്തേക്കാണെങ്കിൽ 10 ദിവസത്തേക്ക്, എങ്ങനെയാണോ ഡോക്ടർ എഴുതുന്നത് അതിന് തക്കതായ ഒരു കോമ്പൻസേഷൻ അയാൾക്ക് ലഭിക്കും. ഇത് സം അഷ്യൂർഡ് കൂടുന്നതനുസരിച്ച് കൂടി വരും. അത് ഇപ്പോൾ 25 ലക്ഷത്തിൻ്റെ പോളിസിയാണ് അയാൾ എടുത്തിരുന്നെങ്കിൽ അയാൾക്ക് ആഴ്ചയിൽ 25,000 രൂപ കിട്ടുമായിരുന്നു. 50 ലക്ഷത്തിൻ്റെ പോളിസിയാണ് താങ്കൾ എടുത്തിരുന്നെങ്കിൽ താങ്കൾക്ക് 50,000 രൂപ വീതം ആഴ്ചയ്ക്ക്. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് 10% ഓഫ് സം അഷ്യൂർഡ്, 1% ഓഫ് സം അഷ്യൂർഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ 3% ഓഫ് സം അഷ്യൂർഡാ? അതെ, 3,000 രൂപയാണ്. 3,000 രൂപ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് 3,000 രൂപ കിട്ടും. വീട്ടിൽ പോയിരുന്നാലും നമുക്ക് 1% വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഡോക്ടർ പറയുന്ന കാലത്തോ. പക്ഷേ ഇതിന് ഒത്തിരി പൈസ അടയ്ക്കണ്ടേ? ഇല്ലെന്നേ. ഇപ്പോൾ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സമ്മർഷേഡിന് ഒരാൾക്ക് 3,000 രൂപ പ്രീമിയം വരുള്ളൂ ഒരു വർഷത്തേക്ക്. അതായത് ഒരു ദിവസത്തേക്ക് 10 രൂപ പോലും ചിലവാവില്ല. ഒരു ദിവസം ചായ കുടിക്കാതിരുന്നാൽ മതി. ചായ കുടിക്കാതിരിക്കേണ്ട. 10 രൂപയിൽ താഴെയുള്ള പൈസ വരുള്ളൂ. അതിന് വാർഷിക പ്രീമിയം അതിന് വരുന്ന ആകെ 3,000 രൂപയാണ്. അത് സമ്മർഷോട് കൂടുന്നതനുസരിച്ച് കൂടും. ഇപ്പോൾ 25 lakhs ആണ് എനിക്ക് തോന്നുന്നത് 5,000-ന് മറ്റേ പൈസ വരും. അത്രേ വരുള്ളൂ. അപ്പോൾ വളരെ ചെറിയ പ്രീമിയം വരുന്നുള്ളൂ. കാരണം ആക്സിഡൻറ്റ് മാത്രമല്ലേ കവർ ചെയ്യുന്നുള്ളൂ. അത് വളരെ ചെറിയ പ്രീമിയം ഉള്ളൂ. മറ്റ് പോളിസികളുള്ളവർക്ക് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇതെടുക്കാം. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ചികിത്സ കിട്ടുമായിരിക്കും. പക്ഷേ ആക്സിഡൻറ്റ് ശേഷമുള്ള പരിക്ക് പറ്റി വീട്ടിലിരിക്കുന്ന കാലയളവിൽ നമുക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടുന്നത് നല്ലതല്ലേ എപ്പോഴും. അപ്പോൾ ഇത് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരും ഇല്ലാത്തവരും സ്ഥിരമായിട്ട് ബൈക്കിലും ഒക്കെ ജോലിക്ക് പോകുന്നവരും ഒക്കെ എടുത്തിരിക്കേണ്ട ഒരു പോളിസി ആയിട്ടാണ് ഞാൻ. സാർ പറയുന്നത് 25 ലക്ഷം രൂപയ്ക്ക് 6,000-7,000 രൂപ എന്ന് പറഞ്ഞാൽ ചീപ്പാണ്. അതെ, 10-30 രൂപ ഒരു ദിവസം അത്രേ വരുള്ളൂ. അപ്പം നമുക്ക് നല്ല എമൗണ്ട് എന്തെങ്കിലും പറ്റിയാൽ വീട്ടിലിരുന്നാലും പൈസ കിട്ടും. ചില പ്രൈവറ്റ് കമ്പനികളൊന്നും നമ്മൾ 2 ദിവസം കൂടുതൽ ജോലി ഇല്ലാതിരുന്ന് വീട്ടിലിരുന്ന് അവർ പറയും സാലറി കട്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആ കേസിൽ നല്ല ഐഡിയ ആണ്.